ജീവിതത്തിൽ വളരെ പ്രയാസമേറിയ സാഹചര്യങ്ങളിൽ നാം അകപ്പെട്ടിരിക്കുകയാണ്. എന്തു ചെയ്യണമെന്നറിയത്തില്ല, ആരോട് പങ്കുവയ്ക്കണം അറിയത്തില്ല. ഈ വിഷമഘട്ടത്തിൽ നിന്ന് എന്നെ ആർക്ക് വിടുവിച്ചെടുക്കാൻ കഴിയും എന്നറിയത്തില്ല. പക്ഷേ എന്നാൽ നാം ആരുടെ അടുക്കലേക്ക് പോകേണ്ടു എന്ന് ഭാരപ്പെടുന്ന ഈ നിമിഷങ്ങളിൽ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ആ ദൈവമായ കർത്താവ് നമ്മോട് വ്യക്തിപരമായി പറയുന്നത് പോലെ സങ്കീർത്തനങ്ങളിൽ 5:15 ഇപ്രകാരം പറയുന്നു: കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിന്നെ വിടുവിക്കും. ജീവിതത്തിൽ കഷ്ടതകൾ, കണ്ണുനീരുകൾ, രോഗങ്ങൾ, വേദനകൾ നമ്മെ മൂടുമ്പോൾ, ദുഷ്ടമനുഷ്യർ നമുക്കെതിരായി ചതിപ്രയോഗങ്ങൾ, വഞ്ചനകൾ, ചതിക്കുഴികൾ ഒരുക്കി വെച്ച് നമ്മെ കെണിയിൽ അകപ്പെടുത്തി തകർത്ത് കളയുവാൻ തീ അമ്പെയ്യുന്നത് പോലെ അമ്പെയ്ത് വിടുമ്പോൾ ദൈവം നമ്മോട് പറയുന്നു: നിൻ്റെ കഷ്ടതയുടെ, നിൻ്റെ കണ്ണുനീരിൻ്റെ ഘട്ടത്തിൽ എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം തരും. അപ്പനും അമ്മയ്ക്കും 2 ആൺതലമുറകൾ. ആ തലമുറയിൽ ഒരാൾ തൻ്റെ സഹോദരൻ്റെ വീട്ടിലേക്ക് അയക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ ലൂസിൻ്റെ പട്ടണത്തിൽ എത്തപ്പെടുന്ന യാക്കോബ്, ആ യാക്കോബിൻ്റെ മുൻപിൽ യാക്കോബ് ചെയ്ത ഒരു അഭയയാചന: കർത്താവേ, ദൈവം എന്നോട് കൂടിയിരിക്കുകയും ഞാൻ പോകുന്ന യാത്രയിൽ എന്നെ കാക്കുകയും ഭക്ഷിപ്പാൻ ആഹാരവും ധരിപ്പാൻ വസ്ത്രവും എനിക്ക് തരികയും എന്നെ എൻ്റെ അപ്പൻ്റെ വീട്ടിലേക്ക് സൗഖ്യത്തോടെ മടക്കി വരുത്തുകയും ചെയ്യുമെങ്കിൽ യഹോവ എനിക്ക് ദൈവമായിരിക്കും. നോക്കൂ, ആ ദൈവത്തിൻ്റെ മുൻപിൽ ഒരു നേർച്ച നേരുന്നത് പോലെ നേർന്ന് ദൈവവും പാകെ പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് പറയാം: ഞാൻ തൂണായി നിർത്തിയ ഈ കല്ല് ദൈവത്തിൻ്റെ ആലയമാകും, നീ എനിക്ക് തരുന്ന സകലത്തിലും ഞാൻ ദശാംശം തരും. ദൈവത്തിൻ്റെ ദാസനായ യാക്കോബ് ലാബാൻ്റെ ഭവനത്തിൽ നിന്ന് ഇറങ്ങി തൻ്റെ മക്കൾ, തൻ്റെ ഭാര്യ, തൻ്റെ ദാസീദാസന്മാർ, ആടുമാടുകൾ സകലതുമായി വരുന്ന യാക്കോബിനെ നമുക്ക് കാണുവാൻ കഴിയും. എല്ലാ നിലവാരത്തിലും ഉയർച്ച പ്രാപിച്ച, അനുഗ്രഹിച്ച ഒരു ഭക്തൻ, അനുഗ്രഹം പ്രാപിച്ച ഒരു അഭിഷക്തൻ. ഇന്ന് പകൽക്കാലം നാം അകപ്പെട്ടിരിക്കുന്ന കഷ്ടതയുടെ നടുവിൽ നിന്ന് നമ്മെ വിടുവിക്കുവാൻ നമ്മുടെ കർത്താവ് മതിയായ ദൈവമാണ്. ആ ദൈവത്തെ നാം വിളിച്ചപേക്ഷിക്കുവാൻ തയ്യാറാകണം. നാം വിളിച്ചപേക്ഷിക്കുമ്പോൾ നാം മനുഷ്യരെ സഹായത്തിനായിട്ട് മനസ്സിൽ കണ്ടാലും, പക്ഷെ സ്വർഗത്തിലെ ദൈവം നമ്മോട് പറയുന്നു: നീ എന്നെ വിളിച്ചപേക്ഷിക്കുക, ആമേൻ, ദൈവം നമുക്ക് ഉറപ്പായിട്ട് മറുപടി തന്ന് മാനിക്കുന്ന ദൈവമാണ്. മാറ ഇസ്രായേൽ ജനത്തിൻ്റെ നടുവിൽ വന്ന കൈപ്പേറിയ അനുഭവമായിരുന്നു. മാറ എന്ന വാക്ക് തന്നെ കൈപ്പേറിയതാണ്. മരുഭൂമിയിൽ വെള്ളം നഷ്ടപ്പെട്ട സമയം, ജനം മോശയെ നോക്കി നിലവിളിക്കുന്ന സമയം, നാം വളർത്തിക്കൊണ്ടുവന്നവർ നമ്മെ തളർത്തിക്കളയുന്ന വാക്കുകൾ പറയുമ്പോൾ, നാം വളർത്തിയെടുത്ത ഒരു നിലവാരത്തിലെത്തിച്ചവർ നമുക്കെതിരായി പ്രതികൂല സാഹചര്യങ്ങൾ ഉണ്ടാക്കി തരുമ്പോൾ, നാം ദൈവമുഖത്തേക്ക് നോക്കുന്നവരാണെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നു: ആ പ്രതികൂല സാഹചര്യത്തിന് നടുവിൽ ആ കൈപ്പേറിയ മാറയെ മധുരമാക്കുവാൻ നാം ആരുടെ മുഖത്തേക്ക് നോക്കുന്നുവോ, അതെ, ദൈവം പറഞ്ഞതുപോലെ നമ്മുടെ കഷ്ടതയുടെ, കണ്ണുനീരിൻ്റെ, നിന്ദയുടെ, വേദനയുടെ വേളയിൽ നാം ദൈവമുഖം നോക്കുവാൻ തയ്യാറായാൽ ദൈവം നമ്മുടെ മാറായെ മധുരമാക്കും. അതേ പ്രിയരെ, നമ്മുടെ കഷ്ടപ്പാടിൻ്റെ, വേദനയുടെ ഏതവസ്ഥയാണെങ്കിലും, രോഗമായിരിക്കാം, കടഭാരമായിരിക്കാം, ഒത്തിരി പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന അനുഭവമായിരിക്കാം, പക്ഷേ ഈ സമയം യേശുവിങ്കിലേക്ക് നോക്കുക, യേശു നമുക്കത് മാറ്റിത്തരും. പത്രോസ് കടലിൽ മുങ്ങാൻ തുടങ്ങുമ്പോൾ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു. ഉടനെ ഒരു കരം പത്രോസിനെ പിടിച്ചുയർത്തി. ഇന്ന് ജീവിതത്തിൽ ഏത് സാഹചര്യം നമ്മെ മുക്കിക്കളയാൻ നിൽക്കുന്നു, ആ മുക്കിക്കളയാൻ നിൽക്കുന്ന സാഹചര്യത്തിന് നടുവിൽ യേശുവിൻ്റെ മുഖത്തേക്ക് നോക്കുക, യേശുവിനെ വിളിച്ചപേക്ഷിക്കുക. ആ സ്വർഗീയ ദൈവം നമുക്കാവശ്യമായതെല്ലാം നൽകി നമ്മുടെ കണ്ണുനീര് തുടച്ച് യാക്കോബിനെ ആദരിച്ചതുപോലെ, പത്രോസ്
പത്രോസിനെ കരം പിടിച്ചുയർത്തിയതുപോലെ ഇസ്രായേൽ ജനത്തിന് നടുവിൽ അവരുടെ മാറയെ മധുരമാക്കിയതുപോലെ ആ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും. മേ ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.